ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും റെക്കോർഡ് കളക്ഷനുമായി KSRTC. ഇന്നലെ രണ്ടാമത്തെ ഉയർന്ന കളക്ഷനായി 11.71 കോടി രൂപ KSRTC സ്വന്തമാക്കി. ടിക്കറ്റ് വരുമാനത്തിലൂടെ 10.89 കോടി രൂപയും ടിക്കറ്റ് ഇതര വരുമാനത്തിലൂടെ 81.55 ലക്ഷം രൂപയും ഉൾപ്പെടെയുള്ള കണക്കാണിത്. ഇക്കഴിഞ്ഞ ജനുവരി 5-ാം തീയതിയാണ് എക്കാലത്തെയും മികച്ച പ്രതിദിന വരുമാനമായ 13.01 കോടി KSRTC നേടിയത്. വിവരങ്ങളുമായി മാനസ് ചേരുന്നു. മനസ, ഈ പുതിയതായി KSRTCക്ക് ടിക്കറ്റും ടിക്കറ്റേതര വരുമാനവും ഡ്രൈവിംഗ് സ്കൂൾ അടക്കം വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കുന്നു. ശമ്പളം കൃത്യമായി കൊടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഈ സർക്കാർ വരുത്തുന്നു. അതിലൊരു പൊൻതൂവൽ കൂടിയാണ് ഇപ്പോഴത്തെ റെക്കോർഡ് കളക്ഷൻ. എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും അജിൻഷാദ്, KSRTC പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മികച്ച നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇത് ഒന്നോ രണ്ടോ തവണയല്ല, നിരവധി തവണയായി ഇത്തരത്തിൽ ഗതാഗത വകുപ്പിന് KSRTCക്ക് റെക്കോർഡ് കളക്ഷൻ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രി KV ഗണേഷ് കുമാർ തന്നെയാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അല്പസമയം മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇന്ന്, അതായത് കഴിഞ്ഞ ദിവസത്തെ വരുമാനം, രണ്ടാമത്തെ ഉയർന്ന കളക്ഷൻ 11.71 കോടി രൂപ, ടിക്കറ്റ് വരുമാനം 10.89 കോടി രൂപയായി നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ മന്ത്രി നൽകിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. ജനുവരി 5-ാം തീയതിയായിരുന്നു എക്കാലത്തെയും മികച്ച പ്രതിദിന വരുമാനമായ 13 കോടി KSRTC നേടിയത് എന്നുള്ളതും മറ്റൊരു വലിയ നേട്ടമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഉയർന്ന കളക്ഷൻ, അതായത് 11 കോടി കടന്ന് കളക്ഷൻ എത്തിയിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും സ്ഥിരതയാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് KSRTC നടത്തിയ മുന്നൊരുക്കങ്ങളും അതോടൊപ്പം തന്നെ പരിഷ്കരണങ്ങളും കൃത്യമായി ഫലവത്തായി എന്നതിന് തെളിവാണ് ഈ ഡിസംബർ മാസത്തിൽ 2024 ഡിസംബർ മാസത്തിൽ 7.8 കോടി രൂപ ശരാശരി പ്രതിദിന കളക്ഷൻ ഉണ്ടായിരുന്നിടത്ത് സമാന സാഹചര്യത്തിൽ, അതായത് ഒരു വർഷം കടക്കുമ്പോൾ 2025 ഡിസംബർ മാസത്തിൽ 8.5 കോടി രൂപയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബറിൽ നമ്മൾ തന്നെ ഇത് വാർത്തയായി നൽകിയിരുന്നു. അതായത് ഒരു വർഷത്തിൽ എത്രത്തോളം മാറ്റമാണ് KSRTCക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതായത് അതേ മാസങ്ങളിൽ വരുന്ന കളക്ഷനുകളുടെ കണക്കനുസരിച്ചാണ് മന്ത്രിയും ഇത് പറയുന്നത്. ഏകദേശം വലിയ വ്യത്യാസം തന്നെയാണ്, നല്ല രീതിയിലുള്ള വ്യത്യാസം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് KSRTCയെ സംബന്ധിച്ച്, ഗതാഗത വകുപ്പിനെ സംബന്ധിച്ച മികച്ച നേട്ടം തന്നെയാണ്. തീർച്ചയായും ഈ ജീവനക്കാരെ ഉൾപ്പെടെ ആശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രശംസിച്ചുകൊണ്ട് തന്നെയാണ് മന്ത്രി ഈ കാര്യം പങ്കുവച്ചതും. പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടായ വരുമാന വർധനവെല്ലാം നിലവിൽ KSRTCക്ക് ഉണ്ടായിട്ടുള്ളത്. യാത്രക്കാരുടെ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ സേവനങ്ങളും മെച്ചപ്പെടുത്തി കൂടുതൽ യാത്രക്കാരെ KSRTCയിലേക്ക് തിരികെ എത്തിക്കാനായ KSRTCക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി സൂചിപ്പിക്കുന്നത്.